സവർണ ഹിന്ദുത്വത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? എന്ത്? പ്രധാനമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല, പോയി വീട്ടിലിരിക്കേണ്ടി വരും. 2 രാഷ്ട്രപതി നിങ്ങൾ മനസ്സിലാക്കിക്കോ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവന്നത് BJP ആണ്. മര്യാദ കാണിക്കരുത്. നമ്മള് എന്ത് ചെയ്യോടാ അവനെ? ഒരു വഴിയുണ്ട്. ചരിത്രം അറിയാൻ പാടില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അല്ല സാറിനെ കണ്ടപ്പോ തോന്നി ആളുകൾ അറിവുള്ളവരാണ്. ഈ ചക്കെന്ന് പറയുമ്പം ചുക്കെന്ന് പറയുന്ന പറയണ വലിയ വലിയ വാക്കുകളാണ് നിങ്ങൾ പറയണത്. ഏത് ചർച്ച വന്നാലും അലമ്പണ്ടാക്കാൻ പണി. അതത്രേ ഉള്ളൂ. തന്നെ സമയത്ത് പറയണോ? തെക്കൻ കേരളത്തിൽ സീറ്റ് കുറയുകയും ചെയ്തു. അന്ന് ഈ ജോൺ ബ്രിട്ടാസ് എടുത്ത നിലപാടെന്താ? കഷ്ടായി. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത്. പട്ടിക്കഴിവരുടെ മോനെ എവിടെ കുത്തിയാലും താമര വന്നിട്ടല്ല. എന്നാലും അതല്ലല്ലോ. പിന്നെ വേറൊരു കേസ് അറിയാൻ കഴിഞ്ഞതേ, 25 ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു വരുന്നു ഒരു MPക്ക് ആന്ധ്രാപ്രദേശിൽ. അപ്പൊ സ്വാഭാവികമായും നാട്ടിൽ വികസനം ഉണ്ടാവണമെങ്കിൽ പിന്നെ ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു. ഫുട്ബോൾ ഗ്രൗണ്ട് വേണ്ടി വരുമല്ലോ. MPമാർക്ക് ഇരിക്കാനാ ചോദിച്ചേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗപ്പ അവന്റെ ഫാമിലി ഫ്രണ്ട്. ഞാൻ പോട്ടറോണെ എന്നെ കൊണ്ട് കൂട്ടിയാ കുറ കേസല്ലേ. ഒരിക്കലും അകലരുതേ എന്നാശിച്ചു